സഹകരണ സംഘം രജിസ്ട്രാറുടെ നിയന്ത്രണത്തിലുള്ള വായ്പാ സംഘങ്ങളുടെ ക്ലാസിഫിക്കേഷൻ മാനദണ്ഡങ്ങളുമായി ബന്ധപ്പെട്ട് ഡ്രാഫ്റ്റ് റൂൾസ് 2025 നവംബർ 3 ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. 9 മാനദണ്ഡങ്ങളാണ് അതിൽ ഉയർന്ന ക്ലാസ്സുകളിലുള്ള സംഘങ്ങൾക്ക് ബാധകമാക്കിയിരിക്കുന്നത്. പ്രവർത്തന മൂലധനം, നിക്ഷേപം, നിൽപ്പ് വായ്പകൾ, ഓഡിറ്റ് ക്ലാസ്, ലാഭത്തിൽ പ്രവർത്തിക്കേണ്ട വർഷങ്ങൾ, ലാഭവിഹിതം നൽകേണ്ട വർഷങ്ങൾ, മുതൽ കുടിശ്ശിക ശതമാനം, ഓഡിറ്റ് സമയബന്ധിതമായി പൂർത്തിയാക്കിയിട്ടുണ്ടോ, ഗവൺമെൻറ്റിന് കൊടുക്കാനുള്ള തുകകൾ എന്തെങ്കിലും കുടിശ്ശികയുണ്ടോ, ഇങ്ങനെയുള്ള 9 മാനദണ്ഡങ്ങളാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിലൊരു മാനദണ്ഡമായ മുതൽ കുടിശ്ശികയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അപ്രായോഗികത. ക്ലാസ് 1 സ്പെഷ്യൽ സൂപ്പർ ഗ്രേഡ്, ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ്, ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡ്, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ, ഈ വിഭാഗത്തിൽപ്പെടുന്ന സംഘങ്ങൾക്കൊക്കെ മുതൽ കുടിശ്ശിക 15% 20% നിഷ്കർഷിച്ചിരിക്കുന്നത്. ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡിനും സൂപ്പർ ഗ്രേഡിനും അതുപോലെ തന്നെ സ്പെഷ്യൽ സൂപ്പർ ഗ്രേഡ് ഇങ്ങനെയുള്ള വിഭാഗങ്ങൾക്ക് 15% മുതൽ കുടിശ്ശിക. ഡിമാൻഡിൻ്റെ 15%. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഈ 15% മുതൽ കുടിശ്ശിക ഉള്ള ഒരു സംഘത്തിന് ആ കുടിശ്ശിയായ വായ്പ തുകയിലെ മുതൽ ഭാഗത്തിന് 100% പ്രൊവിഷൻ വെക്കേണ്ട സാഹചര്യം ഉണ്ടാകാം, 50% പ്രൊവിഷൻ വെക്കേണ്ട സാഹചര്യം ഉണ്ടാകാം, 10% പ്രൊവിഷൻ വെക്കേണ്ട സാഹചര്യം ഉണ്ടാകാം. അതോടൊപ്പം തന്നെ 15% മുതൽ കുടിശ്ശിക ഉണ്ട് എങ്കിൽ തന്നെയും ₹1 പോലും ആ മുതൽ കുടിശ്ശികയ്ക്ക് പ്രൊവിഷൻ വെക്കേണ്ടാത്ത സാഹചര്യം ഉണ്ടാകാം. അതിലൂടെ പ്രൊവിഷൻ എന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. ആ പ്രൊവിഷൻ വായ്പയുടെ കുടിശ്ശിക കാലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന്, ഒരു വർഷത്തിനുള്ളിൽ കുടിശ്ശികയായിട്ടുള്ള ആൾജാമ്യ വായ്പകൾക്കും 3 വർഷത്തിനുള്ളിൽ കുടിശ്ശികയായിട്ടുള്ള വസ്തു ഈടിന്മേലുള്ള വായ്പകൾക്കും ₹1 പോലും പ്രൊവിഷൻ വെക്കണ്ട. ഈ 15% കുടിശ്ശിക, ഡിമാൻഡിൻ്റെ 15% കുടിശ്ശിക എന്നത് ഈ 2 വിഭാഗത്തിൽപ്പെടുന്ന ആൾജാമ്യ വായ്പകളിൽ 1 വർഷത്തിനുള്ളിൽ കുടിശ്ശികയും വസ്തു ഈടിന്മേലുള്ള വായ്പകളിൽ 3 വർഷത്തിനുള്ളിലും കുടിശ്ശികയായ വായ്പകൾ മൊത്തം ഡിമാൻഡിൻ്റെ 15% എങ്കിൽ അതിൻ്റെ P&L അക്കൗണ്ടിൽ ₹1 പോലും മുതൽ കുടിശ്ശികയ്ക്ക് പ്രൊവിഷൻ വെക്കേണ്ടി വരുന്നില്ല. 40/2007 സർക്കുലർ പ്രകാരം ആൾജാമ്യ വായ്പകൾക്ക് 1 വർഷം വരെ കുടിശ്ശികയായ ആൾജാമ്യ വായ്പകൾക്ക് പ്രൊവിഷൻ വെക്കണ്ട. 1 വർഷത്തിന് മേൽ 3 വർഷം വരെ കുടിശ്ശികയായ ആൾജാമ്യ വായ്പകൾക്ക് വായ്പയിലെ മുതൽ ഭാഗത്തിന് 10%, 3 വർഷത്തിന് മേൽ കുടിശ്ശികയായ ആൾജാമ്യ വായ്പകൾക്ക് 100%. വസ്തു ഈടിന്മേലുള്ള വായ്പകളാണ് എങ്കിൽ 3 വർഷം വരെ കുടിശ്ശികയായ വസ്തു ഈടിന്മേലുള്ള വായ്പകൾക്ക് പ്രൊവിഷൻ ഒന്നും വെക്കേണ്ട. 3 വർഷത്തിന് മേൽ 6 വർഷം വരെ കുടിശ്ശികയായ വസ്തു ഈടിന്മേലുള്ള വായ്പകൾക്ക് വായ്പയിലെ മുതൽ ഭാഗത്തിന് 50%, 6 വർഷത്തിന് മേൽ കുടിശ്ശികയായ വായ്പകൾക്ക് 100%. ഇവിടെ നമ്മൾ കണ്ടു, 1 വർഷം വരെ കുടിശ്ശികയായ ആൾജാമ്യ വായ്പകളും 3 വർഷം വരെ കുടിശ്ശികയായ വസ്തു ഈടിന്മേലുള്ള വായ്പകളുമേ ഒരു സംഘത്തിനുള്ളിൽ, ഇത് രണ്ടും കൂടെ കൂടി 15%-ആണെങ്കിൽ ആ സംഘത്തിൻ്റെ, വായ്പാ സംഘത്തിൻ്റെ ലാഭനഷ്ട കണക്കിൽ മുതൽ കുടിശ്ശികയ്ക്ക് ₹1 പോലും പ്രൊവിഷൻ വെക്കണ്ട. അതോടൊപ്പം തന്നെ ഈ മുതൽ കുടിശ്ശിക 3 വർഷത്തിന് മേൽ കുടിശ്ശികയായിട്ടുള്ള ആൾജാമ്യ വായ്പകളും 6 വർഷത്തിന് മേൽ കുടിശ്ശികയായിട്ടുള്ള വസ്തു ഈടിന്മേലുള്ള വായ്പകളുമാണ് 15% മുതൽ കുടിശ്ശിക കാണുന്നതെങ്കിൽ ആ കുടിശ്ശികയായ വായ്പയിലെ ഈ 3 വർഷത്തിന് മേൽ കുടിശ്ശികയായ ആൾജാമ്യ വായ്പകൾക്കും 6 വർഷത്തിന് മേൽ കുടിശ്ശികയായ വസ്തു ഈടിന്മേലുള്ള വായ്പകൾക്കും 100% പ്രൊവിഷൻ വെക്കണം. അതിലൂടെ 15% മുതൽ കുടിശ്ശിക 15% വരെ ആകാമെന്ന് പറഞ്ഞാൽ ആ മുതൽ കുടിശ്ശിക 15%-നുള്ളിൽ ഉള്ള ഒരു സംഘത്തിന് ലാഭനഷ്ട കണക്കിൽ ₹1 പോലും പ്രൊവിഷൻ വെക്കേണ്ടാത്ത ലാഭനഷ്ട കണക്ക് ഉണ്ടാകാം. അതുപോലെ തന്നെ ആ മുതലിന് 100% പ്രൊവിഷൻ വെക്കേണ്ട ലാഭനഷ്ട കണക്കുണ്ടാകാം.
ഇത് രണ്ടും ആ സ്ഥാപനത്തിൻ്റെ ലാഭക്ഷമതയെ നേരിട്ട് ബാധിക്കുന്ന ഘടകമാണ്. അതിലൂടെ ഇതൊരു വികലമായ ഒരു മാനദണ്ഡമാണ്. നമ്മുടെ ക്ലാസിഫിക്കേഷനിൽ മുതൽ കുടിശ്ശിക 15% അധികരിച്ചുകൂടാ എന്നത് വികലമായ ഒരു കാഴ്ചപ്പാടാണ്. നേരെ മറിച്ച് IRAC നോംസ്, ഇൻകം റെക്കഗ്നിഷൻ അസറ്റ് ക്ലാസിഫിക്കേഷൻ ആൻഡ് പ്രൊവിഷനിങ് നോംസ്, നബാർഡിൻ്റെയും റിസർവ് ബാങ്കിൻ്റെയും അർബൻ ബാങ്കുകൾക്കും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകൾക്കും ജില്ലാ സഹകരണ ബാങ്കുകൾക്കും ബാധകമായിട്ടുള്ള മാനദണ്ഡങ്ങളിൽ ഈ കുടിശ്ശിക ശതമാനമല്ല, NPA പെർസെൻറ്റേജ് അല്ല നോക്കുന്നത്, റിസ്ക് കോസ്റ്റാണ്. ആ വായ്പയിലെ കുടിശ്ശിക ഭാഗത്തിന്, നോൺ പെർഫോമിംഗ് ആയ വായ്പാ ഭാഗത്തിന് എന്തുമാത്രം പ്രൊവിഷൻ വേണ്ടി വരുന്നു, എത്രമാത്രം അധിക പ്രൊവിഷൻ വേണ്ടി വരുന്നു, ആ പ്രൊവിഷനാണ് അവിടെ എടുക്കേണ്ടത്, അല്ലാണ്ട് മുതൽ കുടിശ്ശിക ശതമാനമല്ല. നിർഭാഗ്യകരമെന്നോടെ പറയട്ടെ, ഈ 15%-നുള്ളിൽ കുടിശ്ശികയായിട്ടുള്ള ഒരു ക്ലാസ് 1 സൂപ്പർ ഗ്രേഡിനോ സ്പെഷ്യൽ ഗ്രേഡിനോ ഒക്കെ അവർ വെക്കേണ്ട പ്രൊവിഷൻ തുക 0% മുതൽ 100% വരെയാകാം. അതുകൊണ്ട് ഈ മാനദണ്ഡം ഒരു ശാസ്ത്രീയമായ ഒരു മാനദണ്ഡമായി എനിക്ക് കണക്കാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ആമുഖമായി ആദ്യത്തെ ഈ ചർച്ചയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. സഹകരണ മേഖലയിൽ കയ്യൊപ്പു ചാർത്തി ജനങ്ങളുടെ ബാങ്ക് പീപ്പിൾസ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. നിരവധി പുരസ്കാരങ്ങൾ, ജനപ്രിയ ബാങ്കിംഗ്. നിക്ഷേപം 1125 കോടി, വായ്പ 750 കോടി, 23 ശാഖകൾ, എന്നും ലാഭത്തിൽ, 10 കോടിയുടെ ലാഭം. ആകർഷകമായ സ്വർണ്ണപ്പണയ വായ്പാ പദ്ധതി, 5 സ്വർണ്ണപ്പണയ വായ്പാ സ്കീമുകൾ, 8.5% മുതൽ 9.5% വരെ പലിശ നിരക്കിൽ. പീപ്പിൾസ് അർബൻ ബാങ്ക്, തൃപ്പൂണിത്തുറ.